സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. സ്വാസ്ഥ്യം എന്നത് മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും സാമൂഹ്യവും സാമ്പത്തികവുമായ അരോഗാവസ്ഥയാണെന്ന് ലോകാരോഗ്യ സംഘടന നിരീക്ഷിക്കുന്നു. രോഗി, ചികിത്സകൻ, ഔഷധപ്രയോഗം, രോഗശമനം എന്നിങ്ങനെ ലളിതമോ രേഖീയമോ ആയി പരിഹരിക്കാവുന്നത് മാത്രമല്ല ആ ദുരാവസ്ഥ. വ്യക്തിയുടെ രോഗം അയാളുടെ കുടുംബത്തിലും സാമൂഹ്യ ജീവിതത്തിലും സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ പലപ്പോഴും അവയുടെ ആധാരബന്ധങ്ങളെ തന്നെ ശിഥിലമാക്കുന്നു. മാറാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, ചികിത്സകരും ആശുപത്രികളും അചികിത്സ്യമെന്ന് വിധിയെഴുതിയ രോഗങ്ങൾ, ശരീരത്തെയും മനസ്സിനെയും തളർത്തിയ അപകടങ്ങൾ, ഇവയൊക്കെ ജീവിച്ചു തീർക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് മരുന്നും ഭക്ഷണവും മാത്രമല്ല വൈകാരികമായ പിന്തുണയും ആവശ്യമുണ്ട് എന്ന തോന്നൽ ഇന്ന് സമൂഹത്തിൽ മെല്ലെ മെല്ലെ പരക്കുന്നുണ്ട്. സാന്ത്വന ചികിത്സയുടെ ആവശ്യകതയും പ്രാധാന്യവും പ്രസക്തിയും വർത്തമാന കേരള സാഹചര്യത്തിൽ ദിനം പ്രതി വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. തൃശൂർ ജില്ലയിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പുളിക്കൽ ഹംസയുടെ പത്നി മൈമുന ഏതെങ്കിലും താത്വിക ബോധ്യത്തിൽ നിന്നല്ല സാന്ത്വന ചികിത്സാ പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെടുന്നത്. ചെറുപ്പം മുതലേ തൻ്റെ ചുറ്റുപാടുമുള്ള അശരണരായ മനുഷ്യ ജീവിതങ്ങളിലേക്ക് ഒഴുകുന്ന അനുതാപത്തിൻ്റെ ഒരു നദി ഈ പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അഭയം എന്ന സാന്ത്വന ചികിത്സാ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിയായി സ്നേഹകാരുണ്യ ബോധത്തിൻ്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് പറക്കുന്ന മൈമൂന എന്ന മൈനയുടെ ചിറകടികളാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായം. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ഇതായിരുന്നു. അത് പിന്നെ വലുതായി വിവാഹം കഴിഞ്ഞപ്പോഴും അതിന് പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അത് തുടർന്നു. ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ അവർക്ക് കൂട്ടുപോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിലെല്ലാവരും അങ്ങനെയുള്ള ഒരു മനസ്ഥിതിയുള്ളവരായിരുന്നു. ഏത് മതത്തിലായാലും നമ്മളോട് പറയുന്നത് സഹജീവികളോട് കരുണ കാണിക്കാനും അവരുടെ വിഷമങ്ങൾ കണ്ടറിയാനാണല്ലോ. ആ ഒരു ഇത് നമ്മൾ മതഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠിച്ചതും ഒക്കെ അത് തന്നെയാണ്. അത് ആളുകളിട്ട പേരാണ്. അങ്ങനെ ഒരു എല്ലാ മൊത്തത്തിൽ എല്ലാവരും ഇവിടെ വന്നിട്ട് എല്ലാവർക്കും സാന്ത്വനം കിട്ടുക എന്നുള്ള ഒരു ഇതിൽ ആരോ പറഞ്ഞ അങ്ങനെ ഉണ്ടായൊരു ഇതാണ്. കല്യാണം കഴിഞ്ഞ് വരുന്ന കാലത്ത് ഭർത്താവിൻ്റെ ഉമ്മ എല്ലാവരും ഒരു കുടുംബം മൊത്തം ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു ആളുകളായിരുന്നു. ഭർത്താവായാലും ഇപ്പോഴും ആ ഒരു രംഗത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മളോടൊപ്പം എല്ലാത്തിനും കൂട്ടുണ്ട്. അവരുടെ സഹകരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്തിനും നമ്മൾ പോവുകയാണെങ്കിലും മൂപ്പര് എല്ലാം സമ്മതത്തോടു കൂടിയിട്ട് നമ്മൾ പറഞ്ഞേക്കും ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള എന്ത് സഹകരണം ചെയ്യാനും. ബിസിനസ്സാണ് എങ്കിലും ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇതിനോടൊപ്പം ഉണ്ട്. പാലിയേറ്റീവിൻ്റെ ജില്ലാ കോർഡിനേറ്ററും കൂടിയാണ് അദ്ദേഹം. പിന്നെ ഈ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കുട്ടികൾ അവരൊക്കെ വിവാഹം കഴിച്ചു കൊടുക്കുക. അങ്ങനെ ഉമ്മ ഇവിടെ എല്ലാവർക്കും നല്ലമ്മ എന്ന് ആണ് എല്ലാവരും വിളിക്കുക ഉമ്മാനെ. അങ്ങനെ ഇവിടുത്തെ ഉമ്മ അങ്ങനെയുള്ള ആളുകളോടൊക്കെ ഭയങ്കര നിന്നിരുന്ന ഏത് മതത്തിൽപ്പെട്ട കുട്ടികളായാലും അവർ നമുക്ക് സഹായത്തിനൊക്കെ ഉള്ളവരെ കല്യാണം കഴിച്ചു കൊടുത്ത് അവർ ഇവിടെ തന്നെ താമസിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് തന്നെയല്ലേ നമ്മളും ഇവരോടൊപ്പം ഇതാവുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. വീട്ടിലും എവിടെയും അവിടുന്ന് വന്നപ്പോഴും നമുക്ക് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിന്നെ കൂടുതൽ ഇവിടെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ആളുകൾക്കൊക്കെ സന്തോഷവും അംഗീകാരം കിട്ടുന്ന ഒരു പ്രവർത്തനം ഒരു ഭാര്യ ചെയ്യുക, നമ്മുടെ കുടുംബത്തിലുള്ള ഒരു ആൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നാട്ടുകാരുടെ സന്തോഷം കാണുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്കും മക്കൾക്കും എല്ലാവരും അതിന് സഹകരിക്കുന്നുണ്ട്. മൊത്തം ആ സന്തോഷകരമായ ജീവിതം എന്ന് പറയുന്നത് മറ്റെന്തുണ്ടായാലും ഒരു ഭാര്യനെ കൊണ്ട് കിട്ടില്ല. ഞങ്ങൾക്കൊക്കെ മൈമൂനയിൽ അഭിമാനമാണുള്ളത്, വളരെ സന്തോഷമാണുള്ളത്. രോഗം അന്യവൽക്കരിക്കുന്ന മനുഷ്യ ജീവിതങ്ങളെ കുടുംബത്തിലേക്കും സാമൂഹ്യ ബന്ധങ്ങളിലേക്കും തിരിച്ചെത്തിക്കുന്ന വിധം അവരെ തുടർ ചികിത്സയ്ക്കും ശുശ്രൂഷയ്ക്കും വിധേയമാക്കുകയും അതിനായി വൈകാരികവും സാമ്പത്തികവുമായ പിന്തുണ നൽകുകയും ചെയ്യുന്ന അഭയം രോഗാവസ്ഥയെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ സ്വീകരിക്കാനും രോഗിയുടെ ശുശ്രൂഷയും പുനരധിവാസവും ഏറ്റെടുക്കാനും കുടുംബാംഗങ്ങളെ മാനസികമായും ഭൗതികമായും പ്രാപ്തരാക്കുക കൂടി ചെയ്യുന്നു അഭയത്തിൻ്റെ സന്നദ്ധ പ്രവർത്തകർ. വ്യക്തി കുടുംബ സാമൂഹ്യ ബന്ധങ്ങളെ പുനർനിർവചിക്കുന്ന ഒരു ധാർമ്മിക വിപ്ലവത്തിൻ്റെ ബീജരൂപമാണ് ഈ ദേശത്ത് മൈമൂനയുടെ നേതൃത്വത്തിൽ ഉരുവം കൊള്ളുന്നത്.
പാലിയേറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ മലപ്പുറം ജില്ലയിലൊക്കെ ഇതിൻ്റെ തുടക്കം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു കൂട്ടായ്മയോട് കൂടിയിട്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടാനും നമുക്കും ഒത്ത് സഹകരിക്കാൻ ഒരുപാട് ആളെ കിട്ടാനുള്ള ഒരു ഇതുണ്ട് എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു സംഭവത്തിനെ കുറിച്ച് ഇവിടെ ഇവിടെ ഒരു ഡോക്ടർ ലത്തീഫ് എന്ന് പറഞ്ഞിട്ടൊരു ഡെൻറ്റിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ മൂപ്പര് പറഞ്ഞ് നമുക്ക് ഇവിടെ ഒന്ന് തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു ചെറിയ ഒരു നേഴ്സ് ഉണ്ട്, അവരും നമ്മളും കൂടി ഹോം കെയർ കിടപ്പിലായ രോഗികളെ വീടുകളിൽ പോയിട്ട് നോക്കുക എന്നുള്ളൊരു സംഭവം ചെയ്തത്. അവിടുന്ന് അങ്ങോട്ടൊരു ഇപ്പോൾ 6-7 വർഷമായിട്ട് ആ ഒരു പരിപാടിയിലാണ്. കഷ്ടപ്പാട് അനുഭവിക്കുന്നു, ഇതുപോലെ വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് ഏതെങ്കിലും നിലയ്ക്ക് അവരെ മനസമാധാനമായിട്ട് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അവർക്ക് ഞാൻ കാണുന്നുള്ളൂ. ശരിക്കും പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ഭാഗത്ത് കാരണം ഇവിടെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുണ്ട്, ക്ലബ്ബുകളുണ്ട്, പലരും ഞാൻ ഇപ്പോൾ എൻ്റെ ഈ 43 വയസ്സിലേക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നേരിട്ട് ഇറങ്ങി വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഉപമിക്കുക എന്ന് പോലും എനിക്കറിയില്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മൾ കിടപ്പിലായ രോഗികൾ പാരാപ്ലീജിയ അത്തരം ഇങ്ങനെ ഒരു സൈഡൊക്കെ തളർന്നിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ മരത്തിൽ നിന്നും ഒക്കെ വീണിട്ടുള്ള അങ്ങനത്തെ ആളുകൾ, അവരെയൊക്കെ അത്തരം ആളുകൾ വീടുകളിൽ കിടപ്പിലാവുന്ന ഒരവസ്ഥ വരിക. കുറേയൊക്കെ ചികിത്സകൾ ചെയ്തു, നമ്മൾ എല്ലാവിധ ഇതും കഴിഞ്ഞിട്ടുണ്ടാവും, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറയുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലാണ് നമുക്ക് ഈ ഇത്തരം പാലിയേറ്റീവ് പ്രസ്ഥാനങ്ങൾക്ക് ഇവരെ കിട്ടുന്നത്. അപ്പോൾ അവരെ വീടുകളിൽ പോയി നമ്മൾ നോക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് മൂത്രത്തിൻ്റെ ട്യൂബ് ഇട്ടിട്ടുണ്ടാവും, ചിലർക്ക് കിടന്നിട്ട് പൊട്ടിയിട്ടുള്ളവരായിരിക്കും. ഇത്തരം ആളുകളൊക്കെ നമ്മൾ അവർ വീടുകളിൽ പോയി അവർ നോക്കണം. പിന്നെ അവരുടെ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയവരായിരിക്കും, അവർക്ക് അവിടെ ചെന്ന് അതിനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുക. വീട്ടുകാരെ ഈ മുറിവും ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഇത്തരം രോഗികൾക്ക്. അതും പിന്നെ അവർക്ക് മാനസികമായും ശാരീരികമായിട്ടും സാമ്പത്തിക എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധിവരെ ഈ പാലിയേറ്റീവായിട്ട് തരണം ചെയ്യാൻ കഴിയുന്നുണ്ട്. മരുന്നുകളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, പിന്നെ വീൽ ചെയർ, പിന്നെ അതുപോലെ തന്നെ വാട്ടർ ബെഡ്, അത്തരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മെഡിസിനൊക്കെ നമുക്ക് കുറേയൊക്കെ നമ്മൾ വാങ്ങുന്നതും കുറേ നമുക്ക് ഈ സാമ്പിൾ മെഡിസിനുകളും അത്തരത്തിലും പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു പ്രോജക്റ്റൊക്കെ വെച്ചിട്ട് ചെറിയൊരു വ്യത്യാസം. ഇപ്പോൾ മുമ്പൊക്കെ ഇതൊരു കമ്മ്യൂണിറ്റി ബേസിൽ നടത്തുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ജാതി മതവും ഒന്നുമില്ലാതെ കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പാലിയേറ്റീവിൻ്റെ ഒരു. അപ്പോൾ അത് ആ ഒരു ഇതിൽ ജനങ്ങളിൽ നിന്നുള്ള സഹകരണം ഉള്ളതുകൊണ്ട് അവർക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. വടക്കേക്കാടിന് അഭയത്തിൽ നിന്ന് നമുക്ക് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. വീൽ ചെയർ തന്ന് നമുക്ക് മരുന്ന് തരുന്നുണ്ട്. പിന്നെ അഭയത്തിൽ നിന്ന് നമുക്ക് എന്ത് സഹായം ചോദിച്ചാലും അവരപ്പോൾ വന്നിട്ട് നമുക്ക് ചെയ്തു തരും. ഓരോ രോഗികൾക്കും ഒരു വളണ്ടിയർ വേണമെന്നാണ് നമ്മുടെ ഒരിത്. അത്ര ഇല്ലെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് പേരൊക്കെ അതിനായിട്ട് നമ്മൾ ഇതിലുള്ള വളണ്ടിയേഴ്സ് അവരുടെ വീടുകളിൽ പോയി നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അന്വേഷിക്കും. ഇവരെ രജിസ്റ്റർ ചെയ്ത പേഷ്യൻറ്റിൻ്റെ അവസ്ഥകളും അവരുടെ കുടുംബ അന്തരീക്ഷമൊക്കെ നമ്മൾ അറിയും. അറിഞ്ഞതിന് ശേഷം ആർക്കൊക്കെയാണോ അത് അർഹതപ്പെട്ടവർ വെച്ചാൽ അവർക്ക് മറ്റൊരു ആളും അറിയാതെ ആ വീട്ടിൽ അവരുടെയും കൂടി സമ്മതത്തോടെ, ചിലർക്കത് അഭിമാനത്തിനൊരു ക്ഷതം വരുത്താതെ അവരോട് ചെന്ന് ചോദിച്ച് ഞങ്ങളും നിങ്ങളുടെ കൂടെ കൂടി നമ്മളെ വീട്ടിലത്തെ ഒരാളായി നമ്മളെ കാണണമെന്ന് പറഞ്ഞിട്ട് അവരെ സംസാരിച്ച് നിരന്തരം അവരുമായുള്ള ബന്ധപ്പെടലിലൂടെ അവർ എല്ലാം പറയും. അവരുടെ മനസ്സിലുള്ളത് അവരുടെ അവസ്ഥകളും വിഷമങ്ങളും ഒക്കെ പറയും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ എത്തിച്ചു കൊടുക്കും. അതിന് ഇതുപോലുള്ള ആളുകളുടെ കയ്യിൽ നിന്നുള്ള ഇത് തന്നെ നമ്മുടെ നാട്ടിലുള്ളവരും ഗൾഫിൽ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട് ഇതിനു വേണ്ട ഫണ്ടുകൾ കണ്ടെത്തുന്നു. ഞങ്ങളുടെ പഞ്ചായത്തിന് പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തനം വളരെയധികം ഉപകാരപ്രദവും ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നുമാണ്. എല്ലാ പഞ്ചായത്തിലും ഗവൺമെൻറ്റൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാ പഞ്ചായത്തുകളിലും ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ സംവിധാനം കൊണ്ടുവന്നത്. പക്ഷേ അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ആ സംവിധാനം ഞങ്ങളുടെ പഞ്ചായത്തിൽ കൊണ്ടുവരുവാനും അതിന് 100% നേതൃത്വം കൊടുക്കുവാനും ഇപ്പോഴും അതിൻ്റെ ഒരു എത്ര താഴെ തട്ടിൽ കിടന്ന് പ്രവർത്തിക്കാനൊക്കെ സന്നദ്ധ ഉള്ള ഒരു മഹനീയമായ
ഒരു മനസ്സുള്ള ഒരു കുടുംബിനി കൂടിയാണ് മൈമൂന എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരു 7 വർഷമായിട്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്കൊരു കുട്ടികളും ഭർത്താവില്ല, ആങ്ങളാരെ സഹായിക്കാൻ പറ്റിയവരില്ല, പിന്നെ വീട്ടിൽ വേറെ ആരുമില്ല, എനിക്ക് വീടില്ല, സ്ഥലമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കഷ്ടത്തിൽ അവർ എല്ലാ കാര്യം കൊണ്ടും മാസത്തിലെ അരിയായിട്ടും ഗുളികയായിട്ടും പിന്നെ ഈ വസ്ത്രങ്ങളായിട്ടും ഒക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു വീട്ടിൽ. പിന്നെ വർഷത്തിലൊരു ടൂറെന്ന് പറഞ്ഞാൽ നമ്മൾക്കത് കൂടുതലൊരു സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ഇപ്പോൾ ഈ അസുഖത്തിനെ പറ്റി ഒരു ചിന്തയും വരുന്നില്ല. താത്ത വരുമ്പോൾ അരിയായിട്ടും ചായപ്പൊടി പഞ്ചസാര എന്താ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ കൊണ്ടുവരലുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടൊന്നും ആവാതെ അങ്ങനെ പോകുന്നുണ്ട്. നല്ല അഭിപ്രായമുള്ള മൈമുനാത്തെ കുറിച്ചിട്ടല്ല. ഇപ്പം എന്താ എൻ്റെ അമ്മാനെ പോലൊരു എൻ്റെ അമ്മക്ക് അതിന് വരാനും ഇതിനും കഴിവില്ല. അത് താത്ത വന്ന് ചെയ്ത് നിറവേറ്റുന്നുണ്ട് ഞങ്ങൾക്ക്. സ്കൂളിൽ കുട്ടികളെ കൊണ്ടുപോകാനും എല്ലാത്തിനൊക്കെ മൂപ്പര് തുണി പായൊക്കെ എടുത്തോളുന്ന കൊടുത്തൊക്കെ മൂപ്പര് തന്നെ വണ്ടിയിൽ വിടുന്നാണ് കൊണ്ടുപോയതും അതിനൊന്നും നോക്കണില്ല. ഇപ്പോൾ ആ വേല് ഇപ്പോൾ മോള് പഠിക്കുന്നുണ്ട്. അതിന് അവർക്ക് ക്ലാസ്സിൽ എന്താ വേണ്ടത് വെച്ചാൽ പുസ്തകങ്ങളും ബാഗും ഒക്കെ കൂടുന്നുണ്ട്. അതിനൊന്നും ഒരു ഇതൊക്കെ ഇല്ല. അവരെ കൊണ്ട് ചെയ്യുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തിയ കേരളീയ സ്ത്രീത്വം പക്ഷേ അരങ്ങിലെ കാഴ്ചപ്പണ്ടമായി ഒതുക്കപ്പെട്ടു എന്നതത്രേ ചരിത്ര വിപര്യം. സാമൂഹ്യ പരിണാമ പ്രക്രിയയുടെ മുഖ്യധാരയിൽ സ്ത്രീ പങ്കാളിത്തം സാമാന്യ നിയമത്തിൻ്റെ അപവാദം മാത്രമായി. ഈ പശ്ചാത്തലത്തിലാണ് അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കുകയും കുട്ടികളെ പ്രസവിക്കുകയും ഭർത്താവിനെ പരിചരിക്കുകയും മാത്രമാണ് പെൺധർമ്മമെന്ന സാമുദായിക വിശ്വാസത്തെ തിരുത്തിക്കുറിക്കുന്ന മൈമൂനയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അധിക ശോഭ നേടുന്നത്. പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സുതാര്യമായതും ജനസമ്മതി ആവണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നായിരിക്കണം. അപ്പോഴേ നമുക്കൊരു സമൂഹത്തിലൊരു നിലനിൽപ്പുള്ളൂ. കാരണം നമ്മൾ വേറൊന്ന് പറയും പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ അല്ലാതായി തീർന്നാൽ അതിന് ജനങ്ങളിൽ നിന്നുള്ള ഒരു സഹകരണം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നല്ല ഇതിൽ ചെയ്യുക, ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായി തീരുക. നമുക്ക് ഒരുപാട് മാതൃകകളുണ്ടല്ലോ. നമുക്കിപ്പോൾ മദർ തെരേസ ആയാലും പ്രവാചകനായാലും മറ്റു ഏത് മതത്തിലുള്ള ആരായാലും നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ ഒരുപാട് അത്തരം കാര്യങ്ങൾ ചെയ്തത് തന്നെയാണ് നമ്മുടെ മാതൃക. കുറച്ചു കാലം മുന്നേ വരെ ആളുകൾ ആ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നത് ഉൾക്കൊള്ളാൻ സമൂഹത്തിനൊരു മടിയുണ്ടായിരുന്നു. ഇന്ന് അവസ്ഥ മാറിയിട്ടുണ്ട്. നമ്മൾ ഏത് മേഖല എടുത്ത് നോക്കിയാലും ഇന്നിപ്പോൾ ഈ പാലിയേറ്റീവ് മേഖല ആയാലും ഏത് മേഖലയിലായാലും നന്നായി സ്ത്രീകൾ മുന്നിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയും. ഈ ഒരു മാറ്റം നല്ലതാണ്. നമ്മൾ സ്ത്രീകൾ വെറും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാനും കുട്ടികളെ വളർത്താനും അല്ലല്ലോ, സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞിരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും വേണ്ടി ചെയ്യാനും തയ്യാറാവണം. അപ്പോൾ ഈ ഒരു മാറ്റം നല്ലതാണെന്നാണ് നമ്മൾ കരുതുന്നത്. പുരുഷന് ചെയ്യാൻ പറ്റുന്നത് ചിലത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ട്, അതിനൊരു പരിധിയുണ്ട്. എന്നാൽ തന്നെ നമുക്ക് ഇപ്പോൾ സ്ത്രീകളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലുണ്ട്. അതിന് സ്ത്രീകൾക്ക് തയ്യാറുമാണ്. ഇന്ന് നല്ല ധൈര്യമുള്ളവരും, അത് നമ്മളെ കാലത്തല്ല പഴയ കാലത്ത് തന്നെ അത്തരം ആളുകൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ യുദ്ധരംഗങ്ങളിൽ വരെ പ്രവാചകൻ്റെ കാലത്ത് സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. അത്തരം എല്ലാ രംഗങ്ങളിലും രോഗികളെ ശുശ്രൂഷിക്കാനായിട്ടും എല്ലാ രംഗങ്ങളിലും സ്ത്രീകൾക്ക് ഒരു തരത്തിലും ഒരു പൊതുകാര്യത്തിലും പ്രവർത്തനത്തിലും പങ്കെടുക്കാൻ പാടില്ല, അവരെന്നും പിന്നോക്കം നിൽക്കണം എന്നുള്ള ഒരു ഇതൊന്നും സമൂഹത്തിൽ പഴയ ഒരു ഇതിലും ഇല്ല. സ്ത്രീകളെ പരിചരിക്കാനുള്ള ഒരു ആശ്വാസ കേന്ദ്രമായിട്ടാണ് മൈമൂന രംഗത്തിറങ്ങിയത്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടുന്ന പരിചരണങ്ങളും അതോടനുബന്ധിച്ച് പിന്നെ ജീവകാരുണ്യ പ്രവർത്തനം റീഹാബിലിറ്റേഷൻ എന്താണെന്നുള്ളത് ഒരു പഠന ക്ലാസ്സിൽ പോയി പഠിക്കുകയും പ്രദീപ് എന്ന് ഞങ്ങളുടെ ഒരു പേഷ്യൻറ്റിനെ ഇത് പഠിപ്പിക്കുകയും നോബൽ വെളിയങ്കോട്ടിൻ്റെ ആസ്ഥാനമാക്കി ഇപ്പോൾ അദ്ദേഹം കുട നിർമ്മിക്കും, പിന്നെ സോപ്പ് പൗഡർ ഉണ്ടാക്കും ഒക്കെ ചെയ്യും. ഇതിനൊക്കെ സാരഥ്യം വഹിച്ചുകൊണ്ടിട്ട് പിന്നെ രംഗത്ത് ഓടിപ്പായാനും ഹോം കെയർ ചെയ്യാനും ഉണ്ടായിരുന്നത് ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് മൈമൂനയാണ്. ഈ അഭയം പാലിയേറ്റീവിന് ഇത്രയും ഒരു പിന്നെ സജീവമായി രംഗത്ത് ഓടിപ്പാടുമ്പോൾ ഞങ്ങളെ ആശ്രയിച്ച് രോഗികൾ വരുമ്പോൾ ഞങ്ങളും അതേപോലെ തന്നെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ കൂടെ ഉള്ള ഒരു മെയിൻ സാരഥി എന്ന് പറയുന്നത് ഇപ്പോൾ മൈമൂനയാണ്. കവിതയും കഥയും നോവലുകളും എല്ലാം വായിക്കും.
പിന്നെ മുമ്പൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ എഴുതിയിരുന്നു. മുമ്പ് ഈ ആരാമം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു മാസിക, അതിലൊക്കെ മുന്നേ എഴുതിയിരുന്നു ചെറിയ കഥകളൊക്കെ. സഹജ സ്നേഹത്തിൻ്റെ എല്ലാ ഉറവകളും വറ്റിപ്പോയ ഒരു മരുപ്പറമ്പല്ല നമ്മുടെ സമൂഹമെന്ന് അഭയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൈമൂനയെ ബോധ്യപ്പെടുത്തി. കുടുംബത്തിനുള്ളിൽ സ്നേഹമയിയായ ഒരു വീട്ടമ്മ മാത്രമായി ചുരുങ്ങിപ്പോകുമായിരുന്ന തനിക്ക് സമൂഹം ആത്മശക്തിയുടെ വിസ്തൃതമായ ചിറകുകളാണ് നൽകിയത്. സ്നേഹവും കരുണയും അർത്ഥവത്താകുന്നത് അവ സാമൂഹ്യ മാനങ്ങൾ ആർജിക്കുമ്പോഴാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. പാലിയേറ്റീവ് പ്രവർത്തനത്തിനുള്ള വരുമാനം, മൈക്രോ ഫണ്ടിങ്, അതുപോലെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത് തന്നെ. നമ്മുടെ ഈ വളണ്ടിയേഴ്സ് എന്ന് വെച്ചാൽ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒറ്റയ്ക്കുള്ളൊരു വ്യക്തിയുടെ ഒരു ഇതല്ലല്ലോ ഇത്. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് കാര്യങ്ങൾ അത്തരം ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു എന്നല്ലാണ്ട് നമുക്ക് ഇപ്പോൾ പാലിയേറ്റീവിൽ എന്നുള്ളത് ഒരു വളണ്ടിയേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഇതൊരു മൈമൂന ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല. ഇതിൻ്റെ വളണ്ടിയേഴ്സാണ് എല്ലാം. അവരാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള എല്ലാ ഫണ്ടിങ്ങിനും നമ്മുടെ രോഗികളെ കണ്ടെത്താനും രോഗികളുടെ വീടുകളിൽ പോയി അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ നല്ലൊരു കൂട്ടായ്മ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു 70ഓളം നല്ല ആക്റ്റീവ് വളണ്ടിയേഴ്സിനുണ്ട്. ഒറ്റയ്ക്ക് ചെയ്തിരുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടതിന് ശേഷം കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാനും നമ്മൾ വളണ്ടിയർമാരുടെ സഹകരണത്തോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ചില രോഗികളൊക്കെ ചെന്ന് കഴിയുമ്പോൾ വളരെ അവശ്യ നിലയിലും നമുക്ക് അടുക്കാൻ പറ്റാത്തൊരവസ്ഥ, വീട്ടുകാർ പോലും ഒഴിഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലൊക്കെ നമ്മുടെ നേഴ്സൊക്കെ, ബിന്ദു എന്നാണ് അവരുടെ പേര്, അവർ വളരെ നല്ല ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഇതും ചെയ്യാൻ മടിയില്ലാത്തൊരു ആളാണ്. ഇപ്പോൾ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു ചിക്കൻ ബോക്സ് പിടിവിട്ടിട്ട് ഒരു ഫാമിലി മൊത്തം അവർ വളരെ വിഷമത്തോടെ വിളിക്കുകയാണ്. അവർ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് ബ്ലഡ് ഒക്കെയാണ് വയറ്റിൽ നിന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിഷമത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വേറെ ആരും വിളിച്ചാൽ ചെല്ലുന്നൊരവസ്ഥയല്ലല്ലോ. ചിക്കൻ ബോക്സ് ഹോസ്പിറ്റലിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴടക്കം അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഇവിടെ ഐസൊലേഷൻ വാർഡില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3-4 ഹോസ്പിറ്റലിൽ വിളിച്ചു നോക്കി. നമ്മളവിടെ ചെന്ന് അവരാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുക എന്ത് ചെയ്യണം എന്നറിയാൻ. നമ്മളപ്പോൾ തന്നെ നമ്മുടെ ഡോക്ടർക്കൊക്കെ വിളിച്ച് പാലിയേറ്റീവിന് നമുക്ക് സഹകരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അവരിവിടെ ഇപ്പോൾ ഡോക്ടർ ദിവാകരൻ, ഡോക്ടർ അജയ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ടിപ്പിലൊക്കെ ഉള്ള അവരൊക്കെ വിളിച്ച് അവരുടെ മരുന്നുകളൊക്കെ ചോദിച്ചറിഞ്ഞ് കൊടുത്ത് ഒരു 4 മണിക്കൂറോളം നമ്മളവിടെ ചിലവഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം തന്നെ അവർക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം കിട്ടിയ ഒരു വളരെ മാറ്റം വന്നു. അവർക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ പേടിയായിരുന്നു. ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഒന്ന് ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാറും എന്നൊക്കെ ആയിരുന്നു അവരുടെ ഒരു ഇത്. അപ്പോൾ അതിന് ഒരു നമ്മളിപ്പോൾ ചെന്ന് എന്നൊക്കെ വെച്ചാൽ പറഞ്ഞു കൊടുക്കുകയും ഡോക്ടറെയൊക്കെ വിളിച്ചതാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു സന്തോഷം ഉണ്ടായി. അവർ പിന്നെ നേരം വെളുത്തപ്പോഴും ഒക്കെ വേറായിട്ട് വിളിച്ചിരുന്നു. എനിക്ക് വലിയ സന്തോഷം. ഇന്നലെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ മരിക്കുന്നൊക്കെ ആയിരുന്നു ആ ഒരവസ്ഥ. അപ്പോൾ അത്തരം രംഗങ്ങളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിക്കൊരു വലിയൊരു സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഇതിന് സഹകരിക്കുന്നുണ്ട്. എല്ലാവരും ഇതിൻ്റെ വളണ്ടിയർമാരാണ്. എല്ലാവർക്കും എന്തെങ്കിലും ഒഴിവ് എപ്പോൾ കിട്ടുന്ന അപ്പോഴെല്ലാം ഞങ്ങളെല്ലാവരും പൊതുപ്രവർത്തനങ്ങളിൽ പോകാറുണ്ട്. ഞാനും പോകാറുണ്ട്. ഹസ്ബൻഡിനായിട്ട് ദിവസം ഒരു പേഷ്യൻറ്റിനെ കൊണ്ടാക്കാനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് ഉമ്മാനെ കിട്ടാറുണ്ടോ, ഇങ്ങനെ ഇപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഉമ്മാനെ തിരക്കല്ലേ. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഞങ്ങൾ 3 പേരെ നോക്കുന്ന സമയം അത്രയും പേഷ്യൻസിനോടൊക്കെ ഞങ്ങൾക്കും കിട്ടുന്ന പുണ്യല്ലേ. എൻ്റെ മോനക്ക് ഇതേപോലെ അസുഖം വന്നപ്പോൾ പെട്ടെന്ന് ഒരു ദൈവദൂതത്തെ പോലെയാണ് അതിനകത്ത് എത്തിയത്. എത്തി പെട്ടെന്ന് മദർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതെൻ്റെ മോനെ ഓർമ്മ വരുന്നത് വരെ നിന്നിട്ടും പരിചരിച്ചിട്ടും കുറേ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും മൈനാത്താടെ കയ്യിൽ നിന്നിട്ട് ഉണ്ടായിട്ടുണ്ട്. മൈനാത്താടെ ഫാമിലിയും മൈനാത്തിയും എല്ലാവരും നല്ല സഹായം തന്നെ. ഏതാശയവും പ്രവർത്തനക്ഷമമാകുന്ന ഭൗതിക ശക്തിയാവുന്നത് സമൂഹത്തിലെ ഒരു വിഭാഗമെങ്കിലും അത് ഏറ്റെടുക്കുമ്പോഴാണെന്ന് സാന്ത്വന ചികിത്സാ പ്രസ്ഥാനം മൈമൂനയെ പഠിപ്പിച്ചു. സംഘപ്രവർത്തനം വ്യക്തിയുടെ പരിമിതികളെ ഉല്ലംഘിക്കുന്നു. പുതിയൊരു പ്രപഞ്ച വീക്ഷണം കൊണ്ട് നാം പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. ലക്ഷ്യം എന്ന് വെച്ചാൽ നമുക്ക് കഴിയുന്നത്ര ഇത്തരം ആളുകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുവെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. അത് അവർക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന എന്ത് കാര്യമായാലും നമുക്കത് നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുവെച്ചാൽ അതൊക്കെ ചെയ്യാന്നുള്ളതാണ്.
വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.